ഹലോ ടൈനി നോട്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് സാൻഡ്രിയോ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് ക്യാരക്ടേഴ്സിനെയൊക്കെ വരച്ച് ആ പേപ്പറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് അതുമാതിരി ഫോൾഡ് ചെയ്തെടുക്കണം. കാരണം നമുക്ക് സൈഡൊക്കെ സെക്യൂർ ചെയ്തിട്ട് അതിനുള്ളിലാണല്ലോ നമ്മൾ കോട്ടൺ സ്റ്റഫ് ചെയ്ത് അതിനെ സ്ക്വിഷി ആക്കുന്നത്. അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. കാരണം എനിക്ക് ഹലോ കിറ്റി അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ രണ്ട് വേറെ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ജോയിൻ ചെയ്തത്. പിന്നെ അടുത്ത ക്യാരക്ടർ, അങ്ങനെ ഞാൻ ടോട്ടൽ 3 ക്യാരക്ടേഴ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 സ്ക്വിഷീസാണ് ഉണ്ടാക്കുന്നത് ഇവിടെ. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, അതിനെയൊക്കെ നല്ല കളർ അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ക്വിഷീസൊക്കെ ഇടാൻ നമ്മുടെ മെയിൻ ബ്ലൈൻഡ് ബാഗ് വേണമല്ലോ. അപ്പോൾ നമുക്ക് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു A4 സൈസ് ഷീറ്റ് എടുത്തിട്ട് അതിനെ കാണിച്ചേക്കുന്ന പോലെ ഫോൾഡ് ചെയ്യുക. ആ സൈഡിൽ നിന്നിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സൈഡും എല്ലാ കോർണേഴ്സും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മേലിൽ ഞാൻ അതുമാതിരി ഓൾറെഡി ഡ്രോയിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കളർ അടിച്ചെടുക്കാൻ വേണ്ടേ. അപ്പം നമ്മളതിവിടെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്വീഷസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ കളർ അടിച്ച് മാറ്റി വെച്ച് നമ്മുടെ ക്യാരക്ടേഴ്സിനെ എടുക്കുക. അതിന് ശേഷം ഫുള്ള് ഇത് സെല്ലോ ടിപ്പ് വെച്ച് നമുക്ക് കവർ ചെയ്യണം. എന്നിട്ട് ഒരു സൈഡ് മാത്രം ക്ലോസ് ചെയ്യാതെ വെക്കണം. കാരണം നമുക്ക് ആ വഴിയാണല്ലോ പിന്നെ കോട്ടൺ ആയാലും, നിങ്ങളുടെ കോട്ടൺ അല്ലെങ്കിൽ നമുക്ക് ക്ലോത്ത് ആയാലും അതിനകത്ത് സ്റ്റഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോട്ടനാണ്, എൻ്റെ ഒരു പഴയ ഒരു ടെഡിയുടെ കോട്ടനാണ് ഞാൻ അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് ആ സൈഡ് പിന്നെ ക്ലോസ് ചെയ്യുക. അങ്ങനെ അതുപോലെ നമ്മൾ നമ്മുടെ 3 ക്യാരക്ടേഴ്സിൻ്റെയും സ്ക്വീഷീസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ക്വീഷീസ് ഇടാൻ ഓരോ പാക്കറ്റ് ഉണ്ടാക്കണ്ടേ. അപ്പം നമ്മുടെ സ്ക്വീഷീസിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ നേരത്തെ ബ്ലൈൻഡ് ബാഗ് സെറ്റ് ചെയ്ത മാതിരി നമുക്ക് ഈ പാക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ, അതാണല്ലോ ബ്ലൈൻഡ് ബാഗ്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് ഞാൻ അങ്ങനെയുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ബ്ലൈൻഡ് ബാഗിൻ്റെ പുറലപ്പോൾ ഇതുപോലെ എഴുതി കൊടുക്കണം. കാരണം അതിനുള്ളിൽ റെയറാണോ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പം എന്താ ഉള്ളതെന്നുള്ളൊരു എന്താ പറയുക, ഓപ്ഷൻസ്, അങ്ങനെ അത് പുറൽ എഴുതി കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ഹലോ കിറ്റിക്ക് മാത്രം സ്ക്വീഷി ഒരു പാക്കറ്റ് ഉണ്ടാക്കിയില്ല, ബാക്കി 2 പാക്കറ്റ് ഉണ്ടാക്കിയുള്ളൂ. അത് എത്ര അടുക്കി വെച്ച് ഞാൻ എന്നിട്ട്, കാരണം സാധാരണ ഞാൻ കണ്ടുള്ള ബ്ലൈൻഡ് ബാഗിലൊക്കെ 2 സ്ക്വീഷീസാണ് വരാറ്. പക്ഷെ ഞാനിവിടെ 3 ഉണ്ടാക്കി, അതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ പാക്കറ്റില്ല, അല്ലാതെ വെച്ചേക്കുക. അങ്ങനെ നമുക്കതെല്ലാം അതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ എന്നിട്ട് നമ്മൾ അതിൻ്റെ മേൾഭാഗം പാക്ക് ചെയ്യുക, ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ റെഡിയായി. തരാ, അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്.